എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ഭയങ്കര സങ്കടത്തിലാണ്. ഇന്ന് കടപ്പാട്ടൂരിലെ എല്ലാവരോടും, സഹോദരങ്ങളോടും അച്ഛനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണല്ലോ. സ്വാഭാവികമായിട്ടും സങ്കടം തോന്നും, ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെയെല്ലാം എടുത്തൊക്കെ വെച്ചതിന് ശേഷം അലീനെ റെഡിയാക്കുന്നത്, ഒരുക്കുന്നത് ബബിതയാണ് കേട്ടോ. സാരി കുടിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇടിയിച്ചു കൊടുത്ത് ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകാൻ റെഡിയായി ഇറങ്ങുന്നു. ബാലേന്ദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അലീന പുറത്തേക്ക് ഇറങ്ങി വരും. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം ബബിതയെ കാണില്ല. അപ്പോൾ ബബിത എന്തി എന്ന് ചോദിക്കും. അപ്പോൾ ചേച്ചി റൂമിലുണ്ട്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാണ് കൃഷ്ണമോൾ റൂമിലോട്ട് ചെല്ലുന്നത്. അന്നേരം ബബിത ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് അവിടെ. അന്നേരം കൃഷ്ണമോൾ പറയും, ദേ അലിനി ചേച്ചി ഇറങ്ങാൻ നിൽക്കുവാണ്, ചേച്ചീനെ വിളിച്ചു എന്ന് പറയുമ്പം എന്നോട് ആരും യാത്ര പറയണ്ട എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എനിക്കത് ഇഷ്ടവുമല്ല, എന്നോട് ആരും പറയണ്ട എന്നങ്ങനെ തീർത്ത് പറയുന്നു. ഞാൻ അങ്ങോട്ട് വരില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ തിരിച്ചു പോയി പറയുന്നുണ്ട്, ബബിതേച്ചി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ആകെ വിഷമത്തിലാണ് എന്ന് പറയുന്നു. അലീനയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ, ഒന്നുകൂടി ഒന്ന് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ വിഷമിച്ച് സങ്കടപ്പെട്ട് വണ്ടിയിലേക്ക് വന്ന് കയറുവാണ്. ബാലേന്ദ്രനും നല്ല വിഷമമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല, മിണ്ടാതെ ഇരിക്കുവാണ്. എന്തായാലും വണ്ടിയിൽ കയറി അലീന ഇറങ്ങിപ്പോരുമ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ടോ കേട്ടോ, ബബിത ഉണ്ടോ എന്നൊക്കെ. എന്തായാലും ഫ്രണ്ടിൽ കൃഷ്ണമോളും രോഹിതും ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അങ്ങ് ഇറങ്ങുന്നത് വരെ, വണ്ടി തിരിഞ്ഞു പോകുന്നത് വരെ തിരിഞ്ഞു നോക്കി കൈവീശി ഇരിക്കുവാണ് അലീന. അലീന അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ഓടി ഇറങ്ങി വരുന്നുണ്ട് ബബിത കേട്ടോ. അത്ര നേരം പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ബബിതയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബബിത പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അലീന തിരിഞ്ഞ് ഇരിക്കുമ്പം ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ട് ബബിത വന്ന് വാതയ്ക്ക് നിൽക്കുന്നതൊക്കെ. എന്തായാലും ഒരുപാട് വിഷമത്തോടെ ആ വീടിനോട് വിട പറയുന്നു. അങ്ങനെ പോകുന്ന വഴിയിലാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നും ആരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നും ഉള്ള കാര്യം ബാലേന്ദ്രൻ അലീനയോട് പറയുന്നത്. അത് കേട്ട് കഴിയുമ്പം ഒരു നടുക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്, പെട്ടെന്ന് കേട്ട ഒരു വിഷമവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.